കൊള്ളക്കാരുടെ കയ്യിലകപ്പെട്ടാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ചന്തയിലെത്തുന്നത്. ഖുസാ ഗോത്രത്തിലെ സമ്പന്നയായ ഉമ്മാന്മാരാണ് ഖബ്ബാബിനെ വിലക്ക് വാങ്ങിയത്. ആയുധപ്പണിയിൽ മികവ് പുലർത്തിയ അടിമയെ അവൾ കൂടുതൽ കൊല്ലപ്പണി പരിശീലിപ്പിച്ചു. അങ്ങനെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മക്കയിലെ അറിയപ്പെട്ട കൊല്ലപ്പണിക്കാരനായി. ഉമ്മാന്മാറിന്റെ സമ്പത്തിൽ കൂടുതൽ പുരോഗതി കൈവരികയും ചെയ്തു. വിഗ്രഹാരാധനയെ ആദ്യമേ വെറുത്തിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഉമ്മാന്മാറിന് അത് തീരെ ദഹിച്ചില്ല. അവൾ ഖബ്ബാബിനെ മർദ്ദിക്കാൻ തുടങ്ങി. അധികം താമസിച്ചില്ല, ഉമ്മാന്മാർ രോഗിയായി. ഇരുമ്പ് തണ്ട് ചൂടാക്കി നിത്യവും തലയിൽ ചൂട് കൊള്ളിക്കാൻ വൈദ്യൻ നിർദ്ദേശിച്ചു. ചികിത്സ നടത്താൻ ഖബ്ബാബിനെയാണ് ചുമതലപ്പെടുത്തിയത്. വേദന കൊണ്ട് പുളഞ്ഞു ഓടുന്ന അൻമാറിനെ ഖബ്ബാബിനെ കാണേണ്ടി വന്നത് കാലത്തിന്റെ കൗതുകം നിറഞ്ഞ പ്രതികാരമായിരിക്കാം. ഒരിക്കല് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആലയിൽ പണിയെടുക്കുന്നതിനിടെ ഉമ്മാന്മാറിന്റെ സഹോദരൻ സിബാ ബിൻ അബ്ദുൽ ഹുസൈൻ കൂട്ടുകാരും അവിടേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ വഴിപിഴച്ചെന്നും ഹാഷിം കുടുംബത്തിലെ ആ പുതിയ വാദവുമായി വന്ന വ്യക്തിയെ നീ പിന്തുടരുന്നു എന്നും കേട്ടല്ലോ. ഞാൻ വഴിപിഴച്ചതൊന്നുമല്ല. നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ വിട്ട് രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അത്രമാത്രം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി. ഒരു അടിമ പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കുകയോ? അവർക്കത് ഉൾക്കൊള്ളാനായില്ല. അവർ ആലയിലെ ആയുധങ്ങളെടുത്ത് ശക്തമായി മർദ്ദിക്കാൻ തുടങ്ങി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ചു. ദൃഢമായ ഈമാനിക ശക്തി കൂടുതൽ കരുത്ത് നൽകി. ഒരു അടിമ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്ത മക്കയിലാകെ പരന്നിരുന്നു. ഖുറൈശി പ്രമുഖർ ദാറുന്നദ്വയിൽ ഒരുമിച്ച് കൂടി. അവരുടെ ഉള്ളിൽ കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. ശക്തമായ അക്രമം പുറപ്പെടുവിക്കാൻ തന്നെ തീരുമാനിച്ചു. നേതൃത്വം നൽകാൻ ഉമ്മാന്മാറിന്റെ സഹോദരൻ സിബായിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ എരിയുന്ന വെയിലത്ത് പൊള്ളുന്ന മണലിൽ നഗ്നനായി കിടത്തി ഭാരമുള്ള കല്ലുകൾ ശരീരത്തിൽ കയറ്റിവെച്ചു. ശരീരത്തിൽ ഇരുമ്പ് കവചങ്ങൾ അണിയിച്ചു. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദിനെ പറ്റി നീ ഇപ്പോൾ എന്ത് പറയുന്നു? അള്ളാഹുവിൻ്റെ ദൂതൻ, എൻ്റെ പ്രവാചകൻ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലാത്തയെയും ഉസയെയും കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ, 2 കൽപ്രതിമകൾ മാത്രമാണ് അവ എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. ഈ മറുപടി കൂടി കേട്ടതോടെ അവരുടെ ഉള്ളിൽ അടങ്ങാത്ത പക ഇരച്ചു കയറി. മർദ്ദനങ്ങളുടെ മൂർച്ച കൂട്ടി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ശിക്ഷിക്കപ്പെടുന്ന രംഗം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാനിടയായി. ആ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു, കവിളുകൾ നനഞ്ഞു. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഖബ്ബാബിനെ കാത്തുരക്ഷിക്കണമേ. അതിശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഇത് കേട്ടപ്പോൾ അവിടുത്തെ മുഖം ചുവന്നു തുടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ മുൻഗാമികൾ എത്രമേൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അവരിൽ ചിലരെ ശത്രുക്കൾ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് വാർന്നു, എല്ലിൽ നിന്നും മാംസം വാർന്നു മാറ്റി. ചിലരുടെ മൂർധാവിൽ ഈർച്ചവാൾ കൊണ്ട് മരം പിളർക്കുന്നത് പോലെ 2 ഭാഗമാക്കി പിളർത്തി. അപ്പോഴൊന്നും അവർ വിശ്വാസം കൈവിട്ടില്ല. പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറയുമ്പോൾ, പീഡനങ്ങൾ അതിജയിച്ച് എത്തിച്ചേരുന്ന ഭാവിയെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷ നൽകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവരുടെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുത്താൻ വഴിയൊരുക്കും.